ജീവിതത്തിൽ വിജയിക്കാൻ നല്ല തിരഞ്ഞെടുപ്പുകൾ. ജീവിതത്തിൽ നമുക്ക് ചുറ്റും ഒരുപാട് വഴികളുണ്ട് നമുക്ക് വിജയിക്കാൻ. സക്സസ്സിലെത്താനും അവ ശരിയായി ഉപയോഗിക്കണം. എന്നാൽ പലപ്പോഴും അത് ശരിയായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കാതെ പോകുന്നു. നമ്മുടെ ഓരോ തിരഞ്ഞെടുപ്പിനും വിജയത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. ആ തിരഞ്ഞെടുപ്പിനെ തിരഞ്ഞെടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഞാൻ എവിടെയോ വായിച്ച ഒരു രസകരമായ കഥ ഒരു ഉദാഹരണമായി പറയാം. ഒരിക്കൽ ശ്രീബുദ്ധൻ തൻ്റെ ശിഷ്യന്മാരുമായി ഒരു പട്ടണത്തിൽ നിന്നും മറ്റൊരു പട്ടണത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. അവർ യാത്ര ചെയ്യുന്നതിനിടയിൽ ഒരു തടാകം മുറിച്ചു കടക്കണമായിരുന്നു. ആ തടാകത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ കൂട്ടത്തിൽ ഒരു ശിഷ്യനോട് ബുദ്ധൻ ഇപ്രകാരം പറഞ്ഞു: തടാകത്തിൽ നിന്നും വെള്ളം ശേഖരിച്ചു കൊണ്ടുവരുവാൻ. തടാകത്തിൽ നിന്നും വെള്ളം ശേഖരിക്കുവാനായി പുറപ്പെട്ടു. തടാകത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ ഒരു പറ്റം കാളവണ്ടികൾ തടാകം മുറിച്ച് കടന്നുപോയി. അതുമൂലം തടാകം ചെളി നിറഞ്ഞു കലങ്ങി മറിഞ്ഞിരുന്നു. ചെളി നിറഞ്ഞ വെള്ളം കുടിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി ശിഷ്യൻ വിഷമത്തോടെ തിരിച്ചു ബുദ്ധൻ്റെ അരികിലെത്തി. കാര്യമറിഞ്ഞ ബുദ്ധൻ ശിഷ്യനോട് തങ്ങളുടെ കൂടെ കുറച്ചു നേരം മരത്തണലിന് കീഴെ വിശ്രമിക്കുവാൻ നിർദ്ദേശിച്ചു. ശേഷം ബുദ്ധൻ വീണ്ടും ആ ശിഷ്യനോട് വെള്ളം ശേഖരിക്കുവാൻ നിർദ്ദേശിച്ചു. ശിഷ്യൻ കുറച്ചു പരിഭ്രാന്തിയോടെ തടാകത്തിൻ്റെ അടുത്തേക്ക് പോയി. അവിടെ ശിഷ്യന് തടാകത്തിലെ ശുദ്ധജലമാണ് കാണാൻ കഴിഞ്ഞത്. ശിഷ്യന് സന്തോഷം. അദ്ദേഹം മുകളിലെ ശുദ്ധജലം ശേഖരിച്ച് മടങ്ങി ബുദ്ധൻ്റെ അരികിൽ തിരികെ എത്തി. ശിഷ്യനോടായി ബുദ്ധൻ പറഞ്ഞു: കുറച്ചു സമയം കൊടുത്തപ്പോൾ ജലം തനിയെ ശുദ്ധമായി. ഇതുപോലെയാണ് നമ്മുടെ മനസ്സ്. അത് അസ്വസ്ഥമാകുമ്പോൾ കുറച്ചു സമയം നൽകുക. അത് തനിയെ ശാന്തമായിക്കൊള്ളും. എല്ലായ്പ്പോഴും മനസ്സ് ശാന്തമാക്കിയിട്ട് പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക. തീരുമാനങ്ങൾ എടുക്കുക. ശരിയായ ഉത്തരങ്ങൾ മാത്രമേ ജീവിതത്തിൽ നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ പറ്റൂ.